ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും റെയിനി ബ്രൈറ്റ് അക്കാഡമിയുടെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. റെയിനി ബ്രൈറ്റ് അക്കാഡമിയുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതിൽ 10th പ്രിലിംസിൻ്റെ 30 days ടൈം ടേബിൾ ഉണ്ട്. എല്ലാവരും കയറി ജോയിൻ ചെയ്യുക. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡ് ബയോളജിയിലെ ആദ്യത്തെ ചാപ്റ്ററാണ് ജീവൽ പ്രക്രിയകളിലേക്ക്. നമുക്ക് നോക്കാം. ആദ്യം തന്നെ പറയുന്നത് ഒരു കൃത്രിമ ബാക്ടീരിയയെ കുറച്ച് ശാസ്ത്രജ്ഞന്മാർ ചേർന്ന് കണ്ടെത്തിയതിനെക്കുറിച്ചാണ്. നോക്കാം. കുടലിലും മണ്ണിലും ജീവിക്കുന്ന ഈക്കോളി എന്ന് പറയുന്ന ബാക്ടീരിയയെ കേംബ്രിഡ്ജിലെ ഒരു സംഘം ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചു. ആരാണ് സൃഷ്ടിച്ചത്? കേംബ്രിഡ്ജിലെ ഒരു സംഘം ഗവേഷകർ. ബാക്ടീരിയയുടെ പേരെന്താണ്? ഈക്കോളി. ഈക്കോളി ബാക്ടീരിയയ്ക്ക് എന്തോ കഴിവുണ്ട്? സാവധാനത്തിലാണെങ്കിലും വളരുന്നതിനും വിഭജിക്കുന്നതിനും ഈ ബാക്ടീരിയയ്ക്ക് കഴിവുണ്ട്. എന്താണ്? സാവധാനത്തിലാണെങ്കിലും വളരുന്നതിനും വിഭജിക്കുന്നതിനും ഈക്കോളി എന്ന ബാക്ടീരിയയ്ക്ക് കഴിവുണ്ട്. എന്തിലൂടെയാണ്? ജനിതക എഞ്ചിനീയറിങ്ങിലൂടെ ആദ്യത്തെ കൃത്രിമ ബാക്ടീരിയ യാഥാർത്ഥ്യമായി. കുടലിലും മണ്ണിലും ജീവിക്കുന്ന ഈക്കോളി ബാക്ടീരിയയാണ് കേംബ്രിഡ്ജിലെ ഒരു സംഘം ഗവേഷകർ നിർമ്മിച്ചത്. എന്താണ് ബാക്ടീരിയയുടെ പേര്? ഈക്കോളി. കൃത്രിമ രീതിയിലൂടെ സൃഷ്ടിച്ചത്. എന്തിലൂടെ? ജനിതക എഞ്ചിനീയറിങ്ങിലൂടെ. പിന്നെ അടുത്തതായി പറയുന്നത് ജീവലക്ഷണങ്ങളെക്കുറിച്ചാണ്. എന്തൊക്കെയാണ് ജീവലക്ഷണങ്ങൾ? ചലനം, പ്രതികരണം, ശ്വസനം, വളർച്ച, പ്രത്യുൽപാദനം തുടങ്ങിയവയാണ് ജീവലക്ഷണങ്ങൾ. പിന്നെ പറയുന്നത് കോശത്തെക്കുറിച്ചാണ്. എന്താണ് കോശം? ജീവൻ്റെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശം. എന്താണ് അപ്പം കോശം എന്ന് പറയുന്നത്? ജീവൻ്റെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം. കോശഘടനയ്ക്കും കോശങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്കും നിരവധി തന്മാത്രകൾ ആവശ്യമാണ്. നിരവധി എന്താവശ്യമാണ്? തന്മാത്രകൾ ആവശ്യമാണ്. ഏതൊക്കെയാണ് ആ തന്മാത്രകൾ എന്ന് നോക്കാം. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, കാൽസ്യം. ഏതൊക്കെയാണ് ആ തന്മാത്രകൾ? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, കാൽസ്യം എന്നിങ്ങനെയുള്ള മൂലകങ്ങൾ പലതരത്തിൽ കൂടിച്ചേർന്നാണ് ഈ തന്മാത്രകൾ രൂപപ്പെടുന്നത്. ഒന്നും കൂടി നോക്കാം. കോശഘടനയ്ക്കും കോശങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്കും നിരവധി തന്മാത്രകൾ ആവശ്യമാണ്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, കാൽസ്യം ഇത് തന്മാത്രകളല്ല. എന്നിങ്ങനെയുള്ള മൂലകങ്ങൾ പലതരത്തിൽ കൂടിച്ചേർന്നാണ് എന്തുണ്ടാവുന്നത്? തന്മാത്രകൾ രൂപപ്പെടുന്നത്. നോക്കാം. നമ്മൾ ഓർത്തിരിക്കും? ഈ കാർബണും ഹൈഡ്രജനും ഓക്സിജനും കാർബോഹൈഡ്രേറ്റാണ്. CHO എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ, കാർബോഹൈഡ്രേറ്റ്. അപ്പം അതത്രയും ഓർക്കണം. പിന്നെ നൈട്രജൻ, ഫോസ്ഫറസ്, കാൽസ്യം. നമുക്ക് ഒരു വളത്തെപ്പറ്റി അറിയാം, NPK. അതെന്തുവാണ്? നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യമാണ്. ഇവിടെ എന്തുവാണ്? നൈട്രജൻ, ഫോസ്ഫറസ്, കാൽസ്യം എന്നിങ്ങനെയുള്ള മൂലകങ്ങൾ പലതരത്തിൽ കൂടിച്ചേർന്നാണ് ഈ തന്മാത്രകൾ ഉണ്ടാകുന്നത്. അപ്പം അത്രയും മൂലകങ്ങളെ ഓർത്തിരിക്കാൻ എളുപ്പമായല്ലോ. CHO, NPK അല്ല, NPCA കാൽസ്യമാണ്. പിന്നെ മുന്നോട്ട് നോക്കാം. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ് എന്നിവ ജീവൻ്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാണ്. അപ്പം ഏതൊക്കെയാണ് ജീവൻ്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങൾ? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്,
ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ് എന്നിവ ജീവൻ്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാണ്. ഇവയെ എന്തെന്ന് പറയുന്നു? ബയോമോളിക്യൂൾസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എന്താണ് ബയോമോളിക്യൂൾസ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ് എന്നിവ ജീവൻ്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാണ്. ഇവയെ ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നു. ഇനി നോക്കാം, ബയോമോളിക്യൂൾസ് ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്, പ്രോട്ടീൻ, ന്യൂക്ലിക് ആസിഡ്. ഇനി ഓരോന്നിനും ഉദാഹരണങ്ങളാണ് പറയുന്നത്. കാർബോഹൈഡ്രേറ്റിന് ഏതൊക്കെയാണ് ഉദാഹരണങ്ങൾ? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്. നോക്കിയാണ് ഇതെല്ലാം എന്താണ്? നമ്മുടെ ഷുഗറല്ലേ ഓർമ്മ വരുന്നത്? ഗ്ലൂക്കോസ് എന്നും ഫ്രക്ടോസ് എന്നും സൂക്രോസ് എന്നും സ്റ്റാർച്ച് എന്നും സെല്ലുലോസ് എന്നൊക്കെ കേൾക്കുമ്പം അതാണ് കാർബോഹൈഡ്രേറ്റുകൾ. അങ്ങനെ ഓർത്ത് വെക്കണം. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്. നമുക്കറിയാം ഗ്ലൂക്കോസ് പഞ്ചസാരയുമായി റിലേറ്റ് ചെയ്യുന്നതാണെന്ന് നമുക്കറിയാം. ഫ്രക്ടോസ് എന്തുവാ? ഫ്രൂട്ടിലുള്ള ഷുഗറല്ലേ ഫ്രക്ടോസ്. സൂക്രോസ് എവിടെയാണ് കാണപ്പെടുന്നത്? കരിമ്പിൽ. സ്റ്റാർച്ച് എവിടെയാണ് കാണുന്നത്? നമ്മുടെ അരിയിലൊക്കെ സ്റ്റാർച്ച് ഇല്ലേ? പിന്നെ സെല്ലുലോസ്. അപ്പം അത് പഠിക്കാൻ എളുപ്പമായി. പിന്നെ അടുത്തത് ഏതാണ്? ലിപ്പിഡുകളാണ് അടുത്തത്. ലിപ്പിഡുകൾക്ക് ഉദാഹരണമാണ് കൊഴുപ്പും എണ്ണകളും. ലിപ്പിഡുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? കൊഴുപ്പും എണ്ണകളും. അതെങ്ങനെ ഓർത്തിരിക്കാം? എണ്ണ കഴിച്ചാൽ കൊഴുപ്പ് വരും എന്ന് നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ എണ്ണകളും കൊഴുപ്പുകളും ലിപ്പിഡിലാണ് പെടുന്നത്. അത് ലിപ്പിഡിലാണെന്ന് എങ്ങനെ നമ്മൾ ഓർത്തിരിക്കും? നമ്മൾ എണ്ണയാണെങ്കിലും കഴിക്കുന്ന ലിപ്പും കൂടി ഉപയോഗിച്ചല്ലേ. അപ്പം ലിപ്പിഡുകളാണ് എന്തൊക്കെ? കൊഴുപ്പും എണ്ണയും. ഇനി അടുത്തത് നോക്കാം, പ്രോട്ടീനുകൾ. പ്രോട്ടീനുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? എൻസൈം, ഹോർമോൺ, ആൻറ്റിബോഡികൾ. പ്രോട്ടീനുകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? എൻസൈമുകൾ, ഹോർമോണുകൾ, ആൻറ്റിബോഡികൾ. പിന്നെ അടുത്തത് ന്യൂക്ലിക് ആസിഡ്. RNAയും DNA യും. അത് നമുക്കറിയാം. ന്യൂക്ലിക് ആസിഡാണ് RNAയും DNA യും. ന്യൂക്ലിക് ആസിഡിന് ഉദാഹരണങ്ങളാണ് RNAയും DNA യും. പ്രോട്ടീനുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? എൻസൈമുകൾ, ഹോർമോണുകൾ, ആൻറ്റിബോഡികൾ. ന്യൂക്ലിക് ആസിഡിന് ഉദാഹരണങ്ങളാണ് DNA യും RNAയും. ഈ ചാർട്ട് നന്നായിട്ട് ഓർത്ത് വയ്ക്കണേ. അടുത്ത നോക്കാം, അടുത്തത് ബയോമോളിക്യൂളുകളും മറ്റനവധി രാസഘടകങ്ങളും ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് ജീവലക്ഷണങ്ങളെല്ലാം പ്രകടമാകുന്നത്. അപ്പം ബയോമോളിക്യൂൾസാണ് നമ്മളിപ്പം നോക്കിയത്. ബയോമോളിക്യൂളുകളും മറ്റനവധി രാസഘടകങ്ങളും ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് എന്ത് പ്രകടമാകുന്നത്? ജീവലക്ഷണങ്ങളെല്ലാം പ്രകടമാകുന്നത്. എന്താണ് ജീവലക്ഷണം? ചലനവും പ്രതികരണവും പ്രത്യുൽപാദനവും എല്ലാം എന്ത് തന്നെയാണ്? ജീവലക്ഷണങ്ങളാണ്. ഒരു ജീവിയിൽ നടക്കുന്ന അത്തരം രാസപ്രവർത്തനങ്ങളെ ഒന്നാകെ മെറ്റാബോളിസം എന്ന് പറയുന്നു. ഈ വേർഡ് ഓർത്ത് വയ്ക്കണം, മെറ്റാബോളിസം. എന്താണ് മെറ്റാബോളിസം എന്ന് പറയുന്നത്? ബയോമോളിക്യൂളുകളും മറ്റനവധി രാസഘടകങ്ങളും ചേർന്ന് നടത്തുന്ന രാസപ്രവർത്തനങ്ങളിലൂടെയാണ് ജീവലക്ഷണങ്ങളെല്ലാം പ്രകടമാകുന്നത്. ഒരു ജീവിയിൽ നടക്കുന്ന അത്തരം രാസപ്രവർത്തനങ്ങളെ ഒന്നാകെ മെറ്റാബോളിസം എന്ന് പറയുന്നു. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ അടുത്ത നോക്കാം, മെറ്റാബോളിസത്തെ രണ്ടായി തിരിക്കാം. ഏതൊക്കെയാണ് മെറ്റാബോളിസത്തെ എങ്ങനെയൊക്കെ തിരിക്കാം രണ്ടായി? അനാബോളിസം എന്നും കാറ്റാബോളിസം എന്നും തിരിക്കാം. അപ്പോൾ മെറ്റാബോളിസത്തെ എത്രയായി തിരിക്കാം? നമുക്ക് രണ്ടായി തിരിക്കാം. മെറ്റാബോളിസം അറിയാലോ, ബയോമോളിക്യൂളുകളും മറ്റനവധി രാസഘടകങ്ങളും ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് എന്ത് പ്രകടമാകുന്നത്? ജീവലക്ഷണങ്ങളെല്ലാം. ഒരു ജീവിയിൽ നടക്കുന്ന അത്തരം രാസപ്രവർത്തനങ്ങളെ ഒന്നാകെ മെറ്റാബോളിസം എന്ന് പറയുന്നു. മെറ്റാബോളിസത്തെ എങ്ങനെയൊക്കെ തിരിക്കാം? അനാബോളിസം എന്നും കറ്റാബോളിസം എന്നും രണ്ടായി തിരിക്കാം. പിന്നെ നോക്കാം, മനുഷ്യ ശരീരത്തിൽ ഏകദേശം 37 ട്രില്യൺ കോശങ്ങളുണ്ട്. എത്ര കോശങ്ങളുണ്ട്? 37 ട്രില്യൺ. ഓരോ സെക്കൻഡിലും 100 കോടി രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഓരോ സെക്കൻഡിലും എത്രയാണ്?
100 കോടി ഓരോ സെക്കൻഡിലും 100 കോടി രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നോക്കാം. ഇനി മെറ്റാബോളിസത്തെക്കുറിച്ചാണ് അടുത്തത് പറയുന്നത്. നോക്കിയാണ്. അനാബോളിസം. ഇവിടെ എന്തോ ആയിരിക്കും? കറ്റാബോളിസം. ഇവിടെ കറ്റാബോളിസം. നോക്കിയാണ്. അനാബോളിസത്തിൽ എന്തുവാണ് ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് സസ്യങ്ങൾ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു അനാബോളിസം എന്ന് പറഞ്ഞാൽ എന്താണ്? അനാബോളിസം എന്ന് പറഞ്ഞാൽ എന്താണ്? തന്മാത്രകളുടെ കൂടിച്ചേരലുകളാണ് അനാബോളിസം. തന്മാത്രകൾ കൂടിച്ചേരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അനാബോളിസം. ആ പോയിന്റ് പറഞ്ഞില്ലായിരുന്നോ? മെറ്റാബോളിസത്തെ രണ്ടായി തിരിക്കാം. തന്മാത്രകൾ കൂടിച്ചേരുന്നതിനെ അനാബോളിസം എന്നും തന്മാത്രകൾ വിഘടിക്കുന്നതിനെ കറ്റാബോളിസം എന്നും പറയുന്നു. എന്തുവാണ്? തന്മാത്രകൾ കൂടിച്ചേരുന്നത് അനാബോളിസം, വിഘടിക്കുന്നത് കറ്റാബോളിസം. ഇനി അപ്പോൾ മെറ്റാബോളിസത്തെ രണ്ടായി തിരിക്കാം. അനാബോളിസം എന്നും കറ്റാബോളിസം എന്നും. മെറ്റാബോളിസത്തെ രണ്ടായി തിരിക്കാം. അനാബോളിസം എന്നും കറ്റാബോളിസം എന്നും. നോക്കിയാണ്. അതിനുശേഷം കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് സസ്യങ്ങൾ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു, ഇല്ലേ? അപ്പോൾ അനാബോളിസത്തിൽ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് എന്തോ ചെയ്യുന്ന ഒരു ഉദാഹരണമാണ് പറയുന്നത്. ഗ്ലൂക്കോസ് നിർമ്മാണം അനാബോളിസത്തിന് ഉദാഹരണമാണ്. എങ്ങനെ? കൂടിച്ചേരുന്നു. കാർബൺ ഡൈ ഓക്സൈഡും ജലവും കൂടിച്ചേർന്ന് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. എവിടെയാ? സസ്യങ്ങളിൽ. ഇനി കറ്റാബോളിസത്തിന് ഉദാഹരണം എന്താണ്? പ്രോട്ടീൻ വിഘടിപ്പിച്ച് അമിനോ ആസിഡുകളായി മാറുന്നു. അതാ വിഘടനമല്ലേ അവിടെ പറയുന്നത്? പ്രോട്ടീൻ വിഘടിപ്പിച്ച് അമിനോ ആസിഡുകളായി മാറുന്നു. പിന്നെ നോക്കാം. മെറ്റാബോളിസത്തെ നിയന്ത്രിക്കാനും സഹായിക്കാനും എൻസൈമുകൾ, ഹോർമോണുകൾ എന്നീ ബയോമോളിക്യൂളും കോശത്തിനുള്ളിൽ നിർമ്മിക്കപ്പെടുന്നുണ്ട്. അപ്പം ഈ മെറ്റാബോളിസം അറിയാലോ എല്ലാവർക്കും. മെറ്റാബോളിസത്തെ നിയന്ത്രിക്കാനും സഹായിക്കാനും എന്തുകൊണ്ട്? എൻസൈമുകളും ഹോർമോണുകളും എവിടെയുണ്ട്? കോശത്തിനുള്ളിൽ ഉണ്ട്. ഇനി എന്താണ് എൻസൈമുകൾ, എന്താണ് ഹോർമോണുകൾ എന്ന് നോക്കാം. ജീവികളിൽ ഓരോ നിമിഷവും നടക്കുന്ന അസംഖ്യം രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന തന്മാത്രകളെയാണ് എന്തെന്ന് പറയുന്നത്? എൻസൈമുകൾ. വേഗത വർദ്ധിപ്പിക്കുന്നതിനെ എൻസൈമുകൾ എന്ന് പറയുന്നു. മിക്ക എൻസൈമുകളും എന്താണ്? മിക്ക എൻസൈമുകളും പ്രോട്ടീനുകളാണ്. ഇനി ഉദാഹരണം. ഉമിനീരിലെ സലൈവറി അമിലേസ്. എവിടത്തെയാണ്? ഉമിനീരിലെ സലൈവറി അമിലേസ്. ആമാശയത്തിലെ പെപ്സിൻ. ഉമിനീരിൽ സലൈവ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ. ഉമിനീരിലെ സലൈവറി അമിലേസും ആമാശയരസത്തിലെ പെപ്സിൻ. ആമാശയരസത്തിലുള്ളതിൻ്റെ പേരെന്തുവാണ്? പെപ്സി. കുടിക്കുന്ന പെപ്സി നമുക്കറിയാലോ. ഇത് പെപ്സിൻ. ആമാശയരസത്തിലെ പെപ്സിൻ എന്നിവ എൻസൈമുകൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ എൻസൈമുകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഉമിനീരിലെ സലൈവറി അമിലേസ്, ആമാശയരസത്തിലെ പെപ്സിൻ എന്നിവ എൻസൈമുകൾക്ക് ഉദാഹരണങ്ങളാണ്. എൻസൈം എന്താണ്? ജീവികളിൽ ഓരോ നിമിഷവും നടക്കുന്ന അസംഖ്യം രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന തന്മാത്രകൾ. വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന തന്മാത്രകളെയാണ് എന്തെന്ന് പറയുന്നത്? എൻസൈമുകൾ എന്ന് പറയുന്നത്. ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന രാസതന്മാത്രകളാണ് ഹോർമോണുകൾ. മറ്റേ ആദ്യം പറഞ്ഞ എന്തുവാണ്? എൻസൈമുകൾ എന്തുവാണ്? വേഗത വർദ്ധിപ്പിക്കും രാസപ്രവർത്തനങ്ങളുടെ. എന്നാൽ ഹോർമോണുകൾ എന്താണ് ചെയ്യുന്നത്? ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും. ഇവയെ ഉൽപ്പാദിപ്പിക്കുന്നത് വിവിധ എൻഡോക്രൈൻ ഗ്രന്ഥികളാണ്. ഏതിനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത് വിവിധ എൻഡോക്രൈൻ ഗ്രന്ഥികളാണ്. ലൈംഗികാവയവങ്ങളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന
ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോജൻ എന്നിവ ഹോർമോണുകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഹോർമോണുകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ടെസ്റ്റോസ്റ്റിറോണും പ്രൊജസ്ട്രോജൻ, ഈസ്ട്രോജൻ എന്നിവയെല്ലാം ഹോർമോണുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഉമിനീരിലെ സലൈവറി അമിലേസും ആമാശയത്തിലെ പെപ്സിനും. ഞാനിങ്ങനെ എന്തെങ്കിലും ക്ലൂ ഒക്കെ ഇട്ട് പറയുന്നത് നമുക്ക് ഓപ്ഷൻ കാണുമ്പം ഓർത്തെടുക്കാനാണ്. ജീവികളിൽ അടുത്തതായി നോക്കുന്നത് ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് പദാർത്ഥങ്ങൾ കോശത്തിനുള്ളിലേക്ക് എങ്ങനെയാണ് എത്തുന്നതെന്നാണ്. ബാഹ്യ പരിസരത്ത് നിന്നും പദാർത്ഥങ്ങൾ കോശത്തിന് ഉള്ളിലേക്ക് എങ്ങനെയാണ് എത്തുന്നതെന്ന് നോക്കാം. അമീബയിൽ എങ്ങനെയാണ്? ബാഹ്യ പരിസരം ഏകകോശ ജീവികളിൽ, അതായത് അമീബ ഒരു ഏകകോശ ജീവിയാണ്. ഏകകോശ ജീവികളിൽ ബാഹ്യ പരിസരത്ത് നിന്ന് പദാർത്ഥങ്ങൾ കോശസ്തരത്തിലൂടെ കോശദ്രവ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു. കോശസ്തരത്തിലൂടെ കോശദ്രവ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു. ഇനി അടുത്തതായിട്ട് ജന്തുക്കളിൽ എങ്ങനെയാണെന്നാണ്. ജന്തുക്കളിൽ എങ്ങനെയാണ് ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നും സ്വീകരിക്കുന്ന പദാർത്ഥങ്ങൾ ചില മാറ്റങ്ങൾക്ക് വിധേയമായി കോശങ്ങൾക്കിടയിലെ കോശദ്രവ്യത്തിലേക്ക് എത്തുന്നു. അവിടെ നിന്നും കോശസ്തരത്തിലൂടെ കോശദ്രവത്തിലേക്ക് പ്രവേശിക്കുന്നു. നോക്കിയാണ് ഈ പിക്ചർ നോക്കിയാണ്. ബാഹ്യ പരിസരത്ത് നിന്നും സ്വീകരിക്കുന്ന പദാർത്ഥങ്ങൾ ചില മാറ്റങ്ങൾക്ക് വിധേയമായി കോശദ്രവങ്ങൾക്കിടയിലെ ദ്രവ്യത്തിലേക്ക് എത്തുന്നു. അവിടെ നിന്നും കോശസ്തരത്തിലൂടെ കോശദ്രവത്തിലേക്ക് എത്തുന്നു. ആദ്യം എന്താ പറയുന്നത്? ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നും സ്വീകരിക്കുന്ന പദാർത്ഥങ്ങൾ ചില മാറ്റങ്ങൾക്ക് വിധേയമായി കോശങ്ങൾക്കിടയിലെ ദ്രവത്തിലേക്കും എത്തുന്നു. അവിടെ നിന്നും കോശസ്തരത്തിലൂടെ കോശദ്രവത്തിലേക്ക് എത്തുന്നു. ഇനി സസ്യങ്ങളിൽ എങ്ങനെയാണെന്നാണ്. സസ്യങ്ങളിൽ എങ്ങനെയാണ് എന്ന്. ബാഹ്യ പരിസരത്ത് നിന്നും പദാർത്ഥങ്ങൾ ഏതൊക്കെ മാർഗത്തിലൂടെയാണ് സസ്യങ്ങളുടെ കോശദ്രവത്തിലേക്ക് പ്രവേശിക്കുന്നതെന്ന് നോക്കാം. കോശഭിത്തിയിലൂടെ, കോശങ്ങൾക്കിടയിലെ സ്ഥലത്തിലൂടെ. കോശഭിത്തിയിലൂടെ കോശങ്ങൾക്കിടയിലുള്ള സ്ഥലത്തിലൂടെ. പിന്നെ നോക്കാം അടുത്തത്. ദാണ്ട ഈ ലൈൻ കണ്ടോ? കോശഭിത്തിയിലൂടെ കോശങ്ങൾക്കിടയിലെ സ്ഥലത്തിലൂടെ കോശദ്രവത്തിലേക്ക് പ്രവേശിക്കാം. അടുത്ത നോക്കിയാണ് തൊട്ടടുത്ത കോശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്ലാസ്മോഡെസ്മേറ്റ എന്ന കോശദ്രവ പാതകളിലൂടെ. ദാണ്ട ഇതാണ് കോശദ്രവ പാത. ഈ ഒരു കോശം കംപ്ലീറ്റ് ആകാതെ കിടക്കുന്ന ഗ്യാപ്പില്ലേ, അതാണ് പ്ലാസ്മോഡെസ്മേറ്റ എന്ന കോശദ്രവ പാതകളിലൂടെ. പിന്നെയോ കോശത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പ്ലാസ്മ സ്തരത്തിലൂടെ. ഒരു കോശത്തിൽ നിന്ന് മറ്റൊരു കോശത്തിലേക്ക് പ്ലാസ്മ സ്തരത്തിലൂടെ. അപ്പോൾ ഏതൊക്കെയാണ്? ഈ കോശഭിത്തികൾക്കിടയിലുള്ള സ്ഥലത്തിലൂടെ പോകാം, പ്ലാസ്മോഡെസ്മേറ്റ എന്ന കോശദ്രവ പാതകളിലൂടെ പോകാം. എന്തിന് പോകാം? പദാർത്ഥങ്ങൾക്ക് പോകാം. എങ്ങോട്ട് പോകാനാ? കോശദ്രവത്തിലേക്ക് പ്രവേശിക്കാൻ. പിന്നെയോ കോശസ്തരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പ്ലാസ്മ സ്തരത്തിലൂടെ. ഇപ്പം നമ്മൾ പറഞ്ഞത് ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് പദാർത്ഥങ്ങൾ എങ്ങനെയാണ് അകത്തേക്ക് കടക്കുന്നതെന്ന്. നോക്കി ഒരു കുഞ്ഞിരുന്ന് ചിന്തിക്കുന്നത് ബാഹ്യ പരിസ്ഥിതിയെ പോലെ ആന്തര പരിസ്ഥിതിയുമുണ്ടോ നോക്കാം. ജന്തുക്കളിൽ കോശങ്ങൾക്കിടയിലെ സ്ഥലത്ത് കാണപ്പെടുന്ന ദ്രവം എക്സ്ട്രാ സെല്ലുലാർ ദ്രവം. ജന്തുക്കളിൽ നമ്മളത് കണ്ടല്ലോ, കോശങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ഈ കോശങ്ങൾക്കിടയിൽ എന്ത് കാണപ്പെടുന്ന ദ്രവം. ഈ കോശങ്ങൾക്കിടയിലെ ദ്രവത്തെ നമ്മൾ എന്തോ പറയുന്നത്? എക്സ്ട്രാ സെല്ലുലാർ ദ്രവം എന്ന് പറയുന്നു. അതാണ് എന്തായി വർത്തിക്കുന്നത്? ആന്തര പരിസ്ഥിതിയായി വർത്തിക്കുന്നു. സസ്യങ്ങളിലെ ആന്തര പരിസ്ഥിതിയിൽ കോശഭിത്തിയും അതിലെ ഘടകങ്ങളും
കോശങ്ങൾക്കിടയിലെ ദ്രവ്യവും ദ്രവവും വായു അറകളും ഉൾപ്പെടുന്നു. അപ്പോൾ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ആന്തരപരിസ്ഥിതി ജന്തുക്കളിൽ ആന്തരപരിസ്ഥിതിയായി പ്രവർത്തിക്കുന്നത് എന്തുമാത്രമാണ്? ആ എക്സ്ട്രാ സെല്ലുലാർ ദ്രവം, ജന്തുക്കളിൽ കോശങ്ങൾക്കിടയിലെ സ്ഥലത്ത് കാണപ്പെടുന്ന ദ്രവം, അതായത് എക്സ്ട്രാ സെല്ലുലാർ ദ്രവം ആന്തരപരിസ്ഥിതിയായി വർദ്ധിക്കുന്നു. എന്നാൽ സസ്യങ്ങളിലെ കാര്യം പറയുമ്പോൾ എന്തുവാണ് ആന്തരപരിസ്ഥിതി? അല്ല, കോശഭിത്തി വരും, ആ കോശഭിത്തിയിലെ ഘടകങ്ങൾ വരും, കോശങ്ങൾക്കിടയിലെ ദ്രവം, ജന്തുക്കളിൽ ആ ദ്രവം മാത്രമേ ഉള്ളൂ. സസ്യങ്ങളിൽ കോശഭിത്തി, അതിലെ ഘടകങ്ങൾ, കോശങ്ങൾക്കിടയിലെ ദ്രവം, വായു അറകളും ഉൾപ്പെട്ടിരിക്കുന്നു. എന്തിലാണ്? ആന്തരപരിസ്ഥിതി സസ്യങ്ങളിൽ. ആന്തരപരിസ്ഥിതിയുടെ ഘടന സ്ഥിരമായി നിലനിർത്തുന്നതിനെ സമസ്ഥിതിപാലനം എന്ന് പറയുന്നു. ആന്തരപരിസ്ഥിതിയുടെ ഘടന സ്ഥിരമായി നിലനിർത്തുന്നതിനെ എന്തെന്ന് പറയുന്നു? സമസ്ഥിതിപാലനം. മെറ്റാബോളിസം സുഗമമായി നടക്കുന്നതിന് ആന്തരപരിസ്ഥിതി നിലനിർത്തപ്പെടേണ്ടതുണ്ട്. ആന്തരപരിസ്ഥിതിയുടെ രാസഘടന തകിടം മറിഞ്ഞാൽ ജീവന് ഭീഷണിയാകും. അപ്പം ആന്തരപരിസ്ഥിതിയുടെ ഘടന സ്ഥിരമായി നിലനിർത്തുന്നതിനെ ആണ് എന്ത് പറയുന്നത്? സമസ്ഥിതിപാലനം. ആ വാക്ക് ഓർക്കണം, സമസ്ഥിതിപാലനം എന്ന് പറയുന്നു. മെറ്റാബോളിസം സുഗമമായി നടക്കുന്നതിന് ആന്തരസമസ്ഥിതി നിലനിർത്തപ്പെടേണ്ടതുണ്ട്. ആന്തരസമസ്ഥിതി നിലനിർത്തുന്നതിനെ എന്തെന്നാ പറയുന്നത്? സമസ്ഥിതിപാലനം. ആന്തരസമസ്ഥിതിപാലനം എന്ന് കൊടുത്തിട്ടില്ല, സമസ്ഥിതിപാലനം. ആന്തരപരിസ്ഥിതിയുടെ രാസഘടന തകിടം മറിഞ്ഞാൽ ജീവന് ഭീഷണിയാകും. മെറ്റാബോളിസത്തിന് ആവശ്യമായ ലഘുഘടകങ്ങൾ ആന്തരപരിസ്ഥിതിയിൽ നിന്നും കോശസ്തരത്തിലൂടെ കോശത്തിനുള്ളിൽ എത്തുന്നു. അപ്പം മെറ്റാബോളിസത്തിന് ആവശ്യമായ ലഘുഘടകങ്ങളെല്ലാം ആന്തരപരിസ്ഥിതിയിൽ നിന്നും കോശസ്തരത്തിലൂടെ എവിടെ എത്തുന്നു? കോശത്തിനുള്ളിലേക്ക് എത്തുന്നു. കോശസ്തരത്തെ എന്തെന്നും പറയുന്നുണ്ട്? പ്ലാസ്മാസ്തരം എന്നും പറയുന്നു. എന്ത് പറയുന്നു? കോശസ്തരത്തെ പ്ലാസ്മാസ്തരം. പ്ലാസ്മാസ്തരത്തിലൂടെ ചില തന്മാത്രകൾക്ക് മാത്രമേ കടന്നു പോകാനാകൂ. ജലം, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് മുതലായവയ്ക്ക് ഇതിലൂടെ അനായാസം കടന്നു പോകാം. ഏതിനൊക്കെയാണ്? ജലത്തിനും ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡിനും മുതലായവയ്ക്ക് ഇതിലൂടെ അനായാസം കടന്നു പോകാം. എന്നാൽ ചില പദാർത്ഥങ്ങൾക്കും അയോണുകൾക്കും പ്ലാസ്മാ സ്തരത്തിലെ പ്രത്യേകതരം ചാനലുകളിലൂടെ, ഇത് ശ്രദ്ധിക്കണം, പ്രത്യേകതരം ചാനലിലൂടെയാണ് എന്ത് കടന്നു പോകുന്നത്? അയോണുകൾ. ചില പദാർത്ഥങ്ങൾക്കും അയോണുകൾക്കും പ്ലാസ്മാ സ്തരത്തിലെ പ്രത്യേകതരം ചാനലുകളിലൂടെയോ സുഷിരങ്ങളിലൂടെയോ മാത്രമേ കടന്നു പോകാനാകൂ. കോശത്തിനകത്തേക്കും പുറത്തേക്കും നിരന്തരം തന്മാത്രകൾ കടന്നു പോകുന്നുണ്ട്. പ്ലാസ്മാ സ്തരത്തെ എന്തെന്നാണ് അറിയപ്പെടുന്നത്? വർണ്ണധാര്യ സ്തരം. എന്തുകൊണ്ടാണ്? പ്ലാസ്മാ സ്തരം എല്ലാ ഘടകങ്ങളെയും കടത്തിവിടത്തില്ല. പ്ലാസ്മാ സ്തരത്തിലൂടെ ചില തന്മാത്രകൾക്ക് മാത്രമേ അനായാസം കടന്നു പോകാനാകൂ. അതുകൊണ്ടാണ് അതിനെ വർണ്ണധാര്യ സ്തരം അഥവാ സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻസ് എന്ന് പറയുന്നത്. ജലതന്മാത്രകൾക്ക് അവയുടെ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് അർദ്ധധാര്യ സ്ഥലത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രക്രിയയാണ് ഓസ്മോസിസ്. എന്താണ് ഓസ്മോസിസ് എന്ന് മനസ്സിലായല്ലോ? ജലതന്മാത്രകൾ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് അർദ്ധധാര്യ സ്ഥലത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രക്രിയയാണ് ഓസ്മോസിസ്. ദാണ്ട ഈ പിക്ചർ ഒന്ന് നോക്കിയാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത് കേട്ടോ. ഒരു ബീക്കറിൽ ശുദ്ധജലത്തെയും ഉപ്പുവെള്ളത്തെയും അർദ്ധധാര്യ സ്തരം കൊണ്ട് വേർതിരിച്ചിരിക്കുന്നു. ഉപ്പുവെള്ളത്തെയും ശുദ്ധജലത്തെയും ഒരു അർദ്ധധാര്യ സ്തരം കൊണ്ട് വേർതിരിച്ചിരിക്കുന്നു. ഇവിടെ ഏതാണ്? ജലതന്മാത്രകളല്ലേ കൂടുതൽ.
അപ്പം ഗാഢത കൂടിയ ജലതന്മാത്രകൾ എങ്ങോട്ട് പോയി? ഉപ്പിലായനിയിലോട്ട്, ഉപ്പ് വെള്ളത്തിലോട്ട് പോയി. അതായത് ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് തന്മാത്രകൾ പോയി. അതിൻ്റെ ഇടയ്ക്ക് എന്തുകൊണ്ട്? ഒരു അർദ്ധധാര്യ സ്ഥലമുണ്ട്. ഇതിനെയാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഈ പിക്ചർ നോക്കിയാണ് ഓക്സിജൻ തന്മാത്രകളുടെ ഒഴുക്കാണ്. അത് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കും ഓക്സിജൻ തന്മാത്രകൾ പോകുന്നുണ്ട്. ഇത്തരത്തിലുള്ള തന്മാത്രകളുടെ ഒഴുക്കിനെയാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഡിഫ്യൂഷൻ കണ്ട, തന്മാത്രകളുടെ ഒഴുക്ക് ഡിഫ്യൂഷൻ എന്നും ജലത്തിൻ്റെ ഒഴുക്ക് എന്താണ്? ഓസ്മോസിസ്. അർദ്ധധാര്യ സ്തരത്തിലൂടെയുള്ള ജലത്തിൻ്റെ ഒഴുക്കാണ് എന്തെന്ന് പറയുന്നത്? ഓസ്മോസിസ്. ഇവിടെ തന്മാത്രകൾ, ജലമല്ല തന്മാത്രകൾ ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് പോകുന്നതിനെ എന്തെന്ന് പറയുന്നു? ഡിഫ്യൂഷൻ. ഇനി അടുത്തതായിട്ട് ഡിഫ്യൂഷൻ രണ്ട് തരമാണുള്ളത്. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും ആക്റ്റീവ് ട്രാൻസ്പോർട്ടും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. അപ്പം ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്താണെന്ന് നോക്കാം. പ്ലാസ്മ സ്തരത്തിലെ ചില പ്രോട്ടീനുകളുടെ സഹായത്താൽ ഊർജം ആവശ്യമില്ലാത്ത പ്രക്രിയ. പ്ലാസ്മ സ്തരത്തിലെ ചില പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഊർജം ആവശ്യമില്ലാത്ത ഒരു പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഈ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ്റെ പിക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കിയാണ് ആദ്യം കൊടുത്തിരിക്കുന്നത് ഗ്ലൂക്കോസിൻ്റെ കാര്യമാണ്. ഗ്ലൂക്കോസ് ഗാഢത കൂടിയടുത്ത് നിന്നും എങ്ങനെയാണ് ഗാഢത കുറഞ്ഞടുത്തേക്ക് വരുന്നതെന്ന്. അതാണ്ട് ഇവിടെ ഗാഢത കൂടുതൽ ഇല്ലേ, ഗാഢത കൂടിയടുത്ത് നിന്ന് ഗ്ലൂക്കോസ് എങ്ങോട്ട് വന്ന്? ഗാഢത കുറഞ്ഞടുത്തോട്ട് വന്നു. എന്തിൻ്റെ സഹായത്താൽ? ഒരു വാഹക പ്രോട്ടീൻ്റെ സഹായത്താൽ. വാഹക പ്രോട്ടീൻ എന്ന് പറയുമ്പം കണ്ട അതിൻ്റെ അകത്ത് ഈ ഗ്ലൂക്കോസിൻ്റെ തന്മാത്ര ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കും. ഗ്ലൂക്കോസ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് അത് അപ്പുറത്തെ സൈഡിലോട്ട് വരുന്നത്. അതാണ് എന്തെന്ന്? വാഹക പ്രോട്ടീൻ. എന്നാൽ അയോണുകളുടെ കാര്യം നോക്കിയാണ്. അയോണുകൾ ഗാഢത കൂടിയടുത്ത് നിന്ന് കുറഞ്ഞടുത്തോട്ട് വരുന്നത് ഏത് വഴിയാണ്? ഒരു ചാനൽ പ്രോട്ടീൻ വഴിയാണ്. ഇത് കണ്ടോ, ഇത് ഇങ്ങനെ നേരെ അങ്ങ് താഴോട്ട് വരും. ഇവിടെ ഹോൾഡ് ചെയ്തൊന്നും നിൽക്കണ്ട, അതങ്ങ് നേരെ താഴോട്ട് വരും. അതാണ് എന്തെന്ന് പറയുന്നത്? ചാനൽ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അടുത്ത നോക്കാം, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്താണെന്ന് നോക്കാം. എന്താണ്? പ്ലാസ്മ സ്തരത്തിലെ ചില വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഊർജം ആവശ്യമുള്ള പ്രക്രിയ. എന്താണ്? പ്ലാസ്മ സ്തരത്തിലെ ചില വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ. വാഹക പ്രോട്ടീൻ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ്? വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ ഊർജം ആവശ്യമുള്ള പ്രക്രിയയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഇനി നമുക്ക് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൻ്റെ പിക്ചർ ശ്രദ്ധിക്കാം. നോക്കിയാണ് ലവണങ്ങളുടെ ഗാഢത. ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ പറയുന്നത് ലവണങ്ങളുടെ കാര്യമാണ്. ലവണങ്ങളുടെ ഗാഢത കുറഞ്ഞ ഭാഗത്ത് നിന്നും കൂടിയ ഭാഗത്തേക്ക് വന്നു. കുറഞ്ഞ ഭാഗത്ത് നിന്നും കൂടിയ ഭാഗത്തേക്ക് എത്തി. എന്ത്? ഗാഢത. അത് എങ്ങനെയാണ്? എങ്ങനെ വന്നു? ഒരു ഇതിലൂടെ വാഹക പ്രോട്ടീൻ്റെ സഹായത്തോടെ. ഏതിലൂടെയാണ്? വാഹക പ്രോട്ടീൻ്റെ സഹായത്തോടെ. ഗാഢത കുറഞ്ഞടത്ത് നിന്നാണ് കൂടിയതിലോട്ട് വന്നത്. എന്തും കൂടി ഉണ്ട് അവിടെ? നമ്മുടെ എനർജി ATP ഉണ്ട്. അതുകൊണ്ടാണ് ഗാഢത കുറഞ്ഞ ഭാഗത്ത് നിന്നും കൂടിയ ഭാഗത്തേക്ക് എന്ത് സഞ്ചരിച്ചു? ലവണങ്ങൾ സഞ്ചരിച്ചത്. അതിനെയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അടുത്തത് നോക്കാം. ഇത് ഫില്ല് ചെയ്യാൻ ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് വരുന്നത് ഏതാണ്? ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഗാഢത കുറഞ്ഞ ഭാഗത്ത് നിന്ന് കൂടുതലാണെങ്കിൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ജലത്തിന് ബാധകം എന്താണ്? ഓസ്മോസിസ്. ഊർജം വേണ്ടത് എന്തിനാണ്? ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന്. ഊർജം വേണ്ടാത്തത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷന്.
വാഹക പ്രോട്ടീൻ വേണ്ടാത്തത് ഏതിനാണ്? ഏതെങ്കിലും വാഹക പ്രോട്ടീൻ നിർബന്ധമില്ലാത്തത് ഏതിനാണ്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷന്. പ്രോട്ടീൻ്റെ സഹായം മതി. എന്നാൽ എന്തിന് വേണം? പ്രോട്ടീൻ്റെ സഹായം മതി. എന്നാൽ എങ്ങനെയുള്ള അയോണുകൾ? നമ്മുടെ ഗ്ലൂക്കോസൊക്കെയാണ് പോവേണ്ടതെങ്കിൽ എന്തിൻ്റെ ആവശ്യമുണ്ട്? വാഹക പ്രോട്ടീൻ. എന്നാൽ അയോണുകളാണ് പോണതെങ്കിൽ ചാനൽ പ്രോട്ടീൻ്റെ ആവശ്യമേ ഉള്ളൂ. വാഹക പ്രോട്ടീൻ നിർബന്ധമായിട്ടും വാഹക പ്രോട്ടീൻ ആവശ്യമായി വരുന്നത് ഏതിനാണ്? വാഹക പ്രോട്ടീൻ ആവശ്യമായി വരുന്നത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന്. ഇനി അടുത്തത് നോക്കാം. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം. ഏകകോശ ബഹുകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് ആൽഗകൾ. അവയ്ക്കും പ്രോകാരിയോട്ടുകളായ ബ്ലൂ ഗ്രീൻ ആൽഗകൾക്കും പോഷകങ്ങൾ ലഭ്യമാകുന്നത് പ്രകാശ സംശ്ലേഷണത്തിലൂടെയാണ്. അപ്പം ബ്ലൂ ഗ്രീൻ ആൽഗകൾക്കൊക്കെ പോഷകങ്ങൾ ലഭ്യമാകുന്നത് ഏതിലൂടെയാണ്? പ്രകാശ സംശ്ലേഷണത്തിലൂടെയാണ്. ഏകകോശ ബഹുകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് ആൽഗകൾ. അവയ്ക്കും പ്രോകാരിയോട്ടുകളായ ബ്ലൂ ഗ്രീൻ ആൽഗകൾക്കും പോഷകങ്ങൾ ലഭ്യമാകുന്നത് ഏതിലൂടെയാണ്? പ്രകാശ സംശ്ലേഷണത്തിലൂടെയാണ്. ഇനി അടുത്തതായിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഘടനയാണ്. നോക്കാം എന്താണ് ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഘടന. ആദ്യം അതിൻ്റെ അകത്ത് എന്തോ ഉണ്ട്? ഒരു ബാഹ്യസ്തരമുണ്ട്. ദാണ്ടേ ഒരു ബാഹ്യസ്തരമുണ്ട്, പിന്നെ ആന്തരസ്തരമുണ്ട്, ഒരു ദ്രാവക ഭാഗമുണ്ട്, അതാണ് സ്ട്രോമ. സ്ട്രോമ എന്ന് പറയുന്നത് എന്താണ്? ഒരു ദ്രാവക ഭാഗമാണ്. പിന്നെന്തോ ഉണ്ട്? സ്ട്രോമ ലാമെല്ലെ. പിന്നെന്താ ഉണ്ട്? തൈലക്കോയിഡ് എന്ന സ്തരസഞ്ചി. തൈലക്കോയിഡ് എന്ന സ്തരസഞ്ചി. ഇതിങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നുണ്ടാ? ആ അടുക്കിൽ ഒരെണ്ണത്തിനെയാണ് നമ്മൾ പറയുന്നത് തൈലക്കോയിഡ് എന്ന സ്തരസഞ്ചി. ഇനി ഗ്രാന എന്തുവാണ്? ഗ്രാന തൈലക്കോയിഡുകളുടെ അടുക്ക്. അതാണ്ട് ഈ തൈലക്കോയിഡ് ഇങ്ങനെ ഒന്നിനു മേൽ അടുക്കി വെച്ചിരിക്കുന്നത്, അതാണ് ഗ്രാന. ആ ഗ്രാനയിലാണ് എന്ത് കാണുന്നത്? ക്ലോറോഫിൽ കാണുന്നത്. ഗ്രാനയിൽ എന്തോ കാണുന്നു? ക്ലോറോഫിൽ കാണുന്നു. ഇത് എന്തിൻ്റെ ഘടനയാണ്? ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഘടനയാണ്. അപ്പോൾ സ്ട്രോമ എന്ന് പറയുന്നത് ദ്രാവക ഭാഗമാണ്. ഗ്രാന എന്താണ്? തൈലക്കോയിഡ് എന്ന സ്തരസഞ്ചി ഇങ്ങനെ അടുക്ക്, അതിൻ്റെ തൈലക്കോയിഡുകളുടെ അടുക്കാണ് എന്ത്? ഗ്രാന എന്ന് പറയുന്നത്. ആ ഗ്രാനയിലാണ് എന്ത് കാണപ്പെടുന്നത്? ക്ലോറോഫിൽ കാണപ്പെടുന്നത് എവിടെയാണ്? ഗ്രാനയിലാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാം പ്രകാശ സംശ്ലേഷണം. പ്രകാശ സംശ്ലേഷണത്തിന് പ്രധാനമായും എന്തുണ്ട്? 2 ഘട്ടങ്ങളുണ്ട്. പ്രകാശ സംശ്ലേഷണത്തിന് പ്രധാനമായും 2 ഘട്ടങ്ങളുണ്ട്. ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഇരുണ്ട ഘട്ടവും പ്രകാശഘട്ടവും. ഏതൊക്കെയാണ് ആ 2 ഘട്ടങ്ങൾ? പ്രകാശഘട്ടവുമുണ്ട്, ഇരുണ്ട ഘട്ടവുമുണ്ട്. നോക്കാം. പ്രകാശഘട്ടം ഗ്രാനയിൽ വെച്ച് നടക്കുന്നു. പ്രകാശഘട്ടം എവിടെ വെച്ച് നടക്കുന്നു? ഗ്രാനയിൽ വെച്ച് നടക്കുന്നു. എന്തുവാ ഗ്രാന? തൈലക്കോയിഡിൻ്റെ അടുക്ക്. പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്നു. അത് നമുക്ക് ഊഹിക്കാമല്ലോ. പ്രകാശഘട്ടം, പ്രകാശം. നമ്മൾ ഈ പ്രകാശം എന്ന് ഉച്ചരിക്കുമ്പോഴേ എന്ന് പറയുന്നില്ലേ? അതാണ് ഗ്രാന. ആദ്യത്തെ അക്ഷരം തന്നെ. പ്രകാശഘട്ടം ഗ്രാനയിൽ വെച്ച് നടക്കുന്നു. പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്നു. ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനുമാകുന്നു. ജലം വിഘടിച്ച് എന്തൊക്കെയാകുന്നു? ഹൈഡ്രജനും ഓക്സിജനുമാകുന്നു. എന്നിട്ട് ഈ ഓക്സിജൻ എന്തോ ചെയ്യും? പുറന്തള്ളും. പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറന്തള്ളപ്പെടുന്ന വാതകം ഓക്സിജൻ അല്ലേ? ഓക്സിജനെ പുറന്തള്ളുന്നു. ഹൈഡ്രജൻ സ്ട്രോമയിലെത്തുന്നു. ഹൈഡ്രജൻ എവിടെ പോണ്? സ്ട്രോമയിലോട്ട് പോകുന്നു. ഊർജ തന്മാത്രയായ ATP ഉണ്ടാകുന്നു. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു? പ്രകാശഘട്ടം ഗ്രാനയിൽ വെച്ചാണ് നടക്കുന്നത്. പ്രകാശത്തിൻ്റെ ആവശ്യമുണ്ട്, പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്നു. പിന്നെ ജലം വിഘടിച്ച് എന്തൊക്കെയായിട്ട് മാറുന്നു? ഹൈഡ്രജനുമാകുന്നു, ഓക്സിജനുമാകുന്നു. ഓക്സിജൻ പുറത്തോട്ട് പോണ്, ഹൈഡ്രജൻ സ്ട്രോമയിലോട്ട് പോകുന്നു. പിന്നെ ഊർജമായ ATP ഉണ്ടാക്കുന്നു. ഇനി അടുത്തത് ഇരുണ്ട ഘട്ടം. ഇരുണ്ട ഘട്ടം എവിടെ നടക്കുന്നു? സ്ട്രോമയിൽ. ഇരുണ്ട ഘട്ടം സ്ട്രോമയിൽ നടക്കുന്നു.
പ്രകാശം ഉപയോഗിക്കുന്നില്ല. ഈ ഘട്ടത്തിന് ആവശ്യമായ ഹൈഡ്രജനും ഊർജം ATPയും പ്രകാശഘട്ടത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഹൈഡ്രജൻ സ്ട്രോമയിലോട്ട് വരുമെന്ന്. പിന്നെ സ്വതന്ത്രമാകുന്ന ഊർജം ATPയും എങ്ങോട്ട് തന്നെ വരുന്നത്, ഈ ഇരുണ്ട ഘട്ടത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി സ്ട്രോമയിലോട്ട് വരും. ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. അപ്പം ഇരുണ്ട ഘട്ടത്തിലാണ് എന്തുണ്ടാകുന്നത്, ഗ്ലൂക്കോസ്. പ്രകാശഘട്ടത്തിൽ എന്തുണ്ടാകുന്നു, ATP. ഗ്ലൂക്കോസ് ഉണ്ടാകുന്നത് ഇരുണ്ട ഘട്ടത്തിലാണ്. ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. നമുക്കറിയാലോ, പ്രകാശ സംശ്ലേഷണ സമയത്ത് എന്തിനെ സ്വീകരിച്ച്, കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് സ്വീകരിക്കുന്നത്, ഓക്സിജനെയാണ് പുറന്തള്ളുന്നത്. ഇത്രയും മനസ്സിലായല്ലോ. ഇനി അടുത്തത് നോക്കാം. ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ടേബിൾ ഫില്ല് ചെയ്യാനാണ്. നോക്കാം, പ്രകാശഘട്ടം എവിടെയാണ് നടക്കുന്നത്, ഗ്രാനൈൽ അല്ലേ. പ്രകാശഘട്ടം എവിടെയാണ് നടക്കുന്നത്, ഗ്രാനൈൽ. ഇരുണ്ട ഘട്ടം സ്ട്രോമയിൽ ഇല്ലേ. പ്രവർത്തനങ്ങൾ, പ്രകാശഘട്ടത്തിൽ എന്തൊക്കെ, ഓക്സിജൻ പുറത്തു പോകുന്നു, ATP ഉണ്ടാകുന്നു, ഹൈഡ്രജനും ഉണ്ടാകുന്നു. ഇരുണ്ട ഘട്ടത്തിൽ എന്തോ ചെയ്യുന്നു, ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. പിന്നെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് നോക്കാം. ഇവിടെ നിന്ന് ഈ ഘട്ടത്തിൽ ആവശ്യമായ ഹൈഡ്രജനും ഊർജം പ്രകാശഘട്ടത്തിൽ നിന്ന് ലഭിക്കുന്നു. ഇനി ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ്, പ്രകാശഘട്ടത്തിലെ ഉൽപ്പന്നം എന്താണ്, ATP ഓക്സിജൻ ഉണ്ടാകുന്നുണ്ട് ഇല്ലേ. ATP ആണ് പ്രധാനമായിട്ടും പ്രകാശഘട്ടത്തിൽ നിന്ന് ഉണ്ടാക്കുന്നത്. എന്നാൽ ഇരുണ്ട ഘട്ടത്തിൽ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ഗ്ലൂക്കോസ്. ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന് ഗ്ലൂക്കോസ്. ഇനി ഇത് നോക്കാം. ഇനി മെൽവിൻ കാൽവിൻ നോക്കാം. എന്താ പറയുന്നത്, ഇരുണ്ട ഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചതിന് 1961 രസതന്ത്രത്തിൽ നോബൽ പുരസ്കാരം ലഭിച്ചു. 1961 എങ്ങനെ ഓർത്തിരിക്കാം, സ്ത്രീധന നിരോധന നിയമം. 1961 രസതന്ത്രത്തിന് നോബൽ പ്രൈസ് ലഭിച്ച ആർക്കാണ്, മെൽവിൻ കാൽവിൻ. എന്തിനെക്കുറിച്ച് വിശദീകരിച്ചതിന്, ഇരുണ്ട ഘട്ടത്തിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചതിന്. ഇനി അടുത്തതായിട്ട് കൊടുത്തിരിക്കുന്നത്, പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാകുന്നുണ്ട്, ഗ്ലൂക്കോസ് ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഈ ഗ്ലൂക്കോസ് എന്താ ചെയ്യും, അതിവേഗം ജലത്തിൽ ലയിക്കും എന്നതുകൊണ്ട് അത് ആലേയമായ അന്നജമാക്കി സംഭരിക്കുന്നു. അന്നജത്തിൽ നിന്നാണ് സസ്യങ്ങളുടെ ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം ഉണ്ടാകുന്നത്. എന്താ പറയുന്നത്, പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് എന്തോ ചെയ്യും, അതിവേഗം ജലത്തിൽ ലയിക്കും. അതുകൊണ്ട് ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റും, അന്നജമാക്കി മാറ്റും. അന്നജത്തിൽ നിന്നാണ് സസ്യങ്ങളുടെ ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം ലഭിക്കുന്നത്. അന്നജം മെറ്റാബോളിസത്തിന് വിധേയമായി നിരവധി പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഏതൊക്കെയാണ്, ഇതെല്ലാം എന്താണ്, ഗ്ലൂക്കോസിൻ്റെ വിവിധ പോഷക ഘടകങ്ങളാണ്. ഒന്നാമത്തെ നോക്കിയാണ്, എന്താ കൊടുത്തിരിക്കുന്നത്, അന്നജം നമ്മുടെ ഈ അരിയിൽ നിന്നും ഈ ചീനിയിൽ നിന്നൊക്കെയാണ് ഉണ്ടാകുന്നത്, ചീനി, മരക്കിഴങ്ങ്. നെക്സ്റ്റ് നോക്കാം, ഫ്രക്ടോസ് എന്താണ്, ഫ്രൂട്ടിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്, ഫ്രക്ടോസ് ഉണ്ടാകുന്നത്. ഇതാണ്ട് ഫ്രക്ടോസ് ഈ ഫ്രൂട്ട്സിൽ നിന്ന്. സൂക്രോസ് സൂക്രോസ് ഉള്ളത് കരിമ്പിലെ. മനസ്സിലായല്ലോ. അന്നജം ഉള്ളത് മണ്ണിനടിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളില്ലേ, ചീനി, പിന്നെ നെല്ല്, അതിലാണ് അന്നജമുള്ളത്. ഫ്രക്ടോസ് ഉള്ളത് എവിടെയാണ്, ഫ്രൂട്ട്സിലൊക്കെയാണ്. സൂക്രോസ് ഉള്ളത് കരിമ്പിലാണ്. ഇതെല്ലാം എന്താണ്, കാർബോഹൈഡ്രേറ്റുകളാണ്, കാർബോഹൈഡ്രേറ്റുകൾ. പിന്നെ നോക്കേ, കൊഴുപ്പ്, പിന്നെ എന്തുകൊണ്ട്, കൊഴുപ്പ്, പ്രോട്ടീൻ, വിറ്റാമിൻ, ഇതെല്ലാം നമുക്ക് എവിടെ നിന്ന് തന്നെയാണ് കിട്ടുന്നത്, സസ്യങ്ങളിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത്. കൊഴുപ്പും പ്രോട്ടീനും വിറ്റാമിൻസും എല്ലാം. ഇനി അടുത്തത് നോക്കാം, സമുദ്രം ഒരു വിസ്മയം. എന്താണ്,
സമുദ്രം ഒരു വിസ്മയം. ഭൂമിയുടെ 3/4 ഭാഗവും സമുദ്രമാണ്. ലക്ഷക്കണക്കിന് ജീവജാതികളും നിരവധി ആവാസങ്ങളും അവയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് സമുദ്രത്തെ 3 മേഖലകളായി തിരിച്ചിരിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. സമുദ്രത്തെ എത്ര മേഖലകളായി തിരിച്ചിരിക്കുന്നു? 3 മേഖലകൾ. ഏതൊക്കെയാണെന്ന് നോക്കാം. ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിൽ യൂഫോട്ടിക് മേഖല. 200 മീറ്റർ വരെ ആഴത്തിൽ യൂഫോട്ടിക് മേഖല. നന്നായി സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ ധാരാളം ജീവികൾ ഈ മേഖലയിൽ ജീവിക്കുന്നുണ്ട്. 200 മീറ്റർ വരെ ആണെങ്കിൽ യൂഫോട്ടിക് മേഖല. അവിടെ സൂര്യപ്രകാശം ഉള്ളത് കൊണ്ട് ധാരാളം ജീവികൾ ജീവിക്കുന്നുണ്ട്. നോക്കിയാണ് 200 മീറ്ററിനും 1000 മീറ്ററിനും ഇടയിൽ വരെ എന്തുവാണ്? ഡിസ്ഫോട്ടിക് മേഖല. 1000 മീറ്റർ വരെ ഡിസ്ഫോട്ടിക് മേഖല. ഇവിടെ പ്രകാശ ലഭ്യത പരിമിതമാണെങ്കിലും സസ്യകേന്ദ്രീകൃതമായ ജീവജാലങ്ങളാണ് ഇവിടെയും. പിന്നെ 1000 മീറ്ററിന് താഴെ എഫോട്ടിക് മേഖല. അപ്പം യൂഫോട്ടിക് മേഖലയുണ്ട്, ഡിസ്ഫോട്ടിക് മേഖലയുണ്ട്. അടുത്തത് എന്താണ്? എഫോട്ടിക് മേഖല. ഇവിടെ ലഭ്യമായ സൂര്യപ്രകാശത്തിൻ്റെ അളവ് വളരെ കുറവായതിനാൽ പ്രകാശ സംശ്ലേഷണം നടക്കില്ല. എവിടെയാണ്? ഈ എഫോട്ടിക് മേഖലയിൽ എന്തില്ല? പ്രകാശ സംശ്ലേഷണം നടക്കില്ല. എന്നാൽ ഇവിടെയുള്ള ചില ജീവികൾക്ക് പ്രകാശം ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. മേൽത്തട്ടിലുള്ള ജീവികളുടെ മൃതാവശിഷ്ടങ്ങളാണ് എഫോട്ടിക് മേഖലയിലെ ജന്തുക്കൾ ആഹാരമാക്കുന്നത്. എന്താണ്? മേൽത്തട്ടിലുള്ള ജീവികളുടെ മൃതാവശിഷ്ടങ്ങളാണ് എഫോട്ടിക് മേഖലയിലെ ജന്തുക്കൾ ആഹാരമാക്കുന്നത്. രാസസംശ്ലേഷണം നിർവഹിക്കുന്ന ചില ബാക്ടീരിയകളും ഇവിടെയുണ്ട്. 2050 ആകുമ്പോഴേക്കും സമുദ്രത്തിലെ മത്സ്യസമ്പത്തിൻ്റെ ഭാരത്തെ അവിടെ എത്തുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഭാരം പിന്തള്ളുമെന്നാണ് UNAയുടെ പ്രവചനം. സമുദ്രം ഒരു വിസ്മൃതിയാവാതെ വിസ്മയമായി മനുഷ്യചിന്തയെ ഇനിയും പ്രചോദിപ്പിക്കട്ടെ. എന്ന് പറഞ്ഞാൽ എന്തോ, എല്ലാവരും പ്ലാസ്റ്റിക് കൊണ്ടിട്ട്, ഇപ്പോൾ പ്ലാസ്റ്റിക്കാണ് കടലിൽ കൂടുതലും. ഇനി അടുത്ത നോക്കാം. സസ്യങ്ങളുടെ സാമ്പത്തിക പ്രാധാന്യം. റബ്ബറിൽ നിന്ന് എന്ത് കിട്ടും? ലാറ്റക്സ് കിട്ടും, പിന്നെ സുഗന്ധദ്രവ്യങ്ങൾ കിട്ടും, ഔഷധങ്ങൾ കിട്ടും, ഇല്ലേ? ജൈവ കീടനാശിനികൾ ഉണ്ടാക്കാം. എവിടെ നിന്നാണ്? സസ്യങ്ങളിൽ നിന്ന്. പിന്നെ സസ്യങ്ങളിൽ നിന്ന് പാനീയങ്ങൾ ഉണ്ടാക്കാം. ഇനി കണ്ടൽക്കാട്, പ്രകൃതിയുടെ വരദാനം. കായലും കടലും ചേരുന്ന ഭാഗത്താണ് കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നത്. ഉപ്പുവെള്ളത്തിൽ വളരുന്ന 43 ഇനം കണ്ടൽ സസ്യങ്ങൾ കേരളത്തിലുണ്ട്. എത്ര ഇനം കണ്ടൽ സസ്യങ്ങളാണ് അപ്പം കേരളത്തിലുള്ളത്? 43 ഇനം കണ്ടൽ സസ്യങ്ങളാണ് കേരളത്തിൽ ഉള്ളത്. നമ്മുടെ സംസ്ഥാനത്ത് 1975 70,000 ഹെക്ടർ കണ്ടൽക്കാട് ഉണ്ടായിരുന്നു. എന്ന് 1975. അതിൽ 98% നശിപ്പിക്കപ്പെട്ടു. അമൂല്യമായ സേവനങ്ങളാണ് കണ്ടലുകൾ പരിസ്ഥിതിക്ക് നൽകുന്നത്. ഏതൊക്കെയാണ് ആ സേവനങ്ങൾ? മത്സ്യസമ്പത്തിൻ്റെ ഉറവിടം, ജൈവ വൈവിധ്യത്തിൻ്റെ കലവറ, തീരപ്രദേശത്തെ മണ്ണ് സംരക്ഷിക്കുന്നു, നിത്യഹരിതവനങ്ങളെ അപേക്ഷിച്ച് 4-5 ഇരട്ടി കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്യുന്നതിലൂടെ ആഗോള താപനത്തിനെതിരെയുള്ള പ്രതിരോധം, സുനാമിയെ തടയൽ. ഇനി നമുക്ക് കല്ലേൽ പുൽക്കുടനെ കുറിച്ച് ഒന്ന് നോക്കാം. 1937 മുതൽ 2015 വരെ നോക്കാം. കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിലൂടെ അവയുടെ പാരിസ്ഥിതിക പ്രാധാന്യം ബോധ്യപ്പെടുത്തിയ പരിസ്ഥിതി പ്രവർത്തകനാണ് കല്ലേൽ പുൽക്കുടൻ. 100,000-ലേറെ കണ്ടൽ തൈകൾ നട്ടുപിടിപ്പിച്ച അദ്ദേഹം കണ്ടലുകളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ വളരാൻ അനുവദിക്കണമെന്ന നിലപാട് ഉയർത്തിപ്പിടിച്ചു. പല സ്ഥലങ്ങളിലും നടത്തിയ കണ്ടൽ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരമെന്നോണം അദ്ദേഹത്തെ കണ്ടൽ പൊക്കുടൻ എന്നും വിളിച്ചു. അപ്പോൾ കണ്ടൽ പൊക്കുടൻ ആരാണ്? കല്ലേൽ പൊക്കുടൻ.
പ്രകൃതിയോടുള്ള സ്നേഹം കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിലൂടെ തെളിയിച്ച അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ആത്മകഥ? കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം. യുനെസ്കോയുടെ പരിസ്ഥിതി പ്രവർത്തന വിഭാഗം കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിച്ചിട്ടുണ്ട്. യുനെസ്കോയുടെ പാരിസ്ഥിതിക പ്രവർത്തന വിഭാഗം ഈ കല്ലേൽ പുക്കുടൻ്റെ പേര് പരാമർശിച്ചിട്ടുണ്ട്. കണ്ടലുകളെക്കുറിച്ച് പഠിക്കാൻ ഒരു സ്കൂൾ എന്ന സ്വപ്നം ബാക്കി വെച്ചാണ് അദ്ദേഹം യാത്രയായത്. കൂട്ടുകാരെ, അപ്പോൾ ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ജീവൽ പ്രക്രിയകളിലേക്ക് എന്നുള്ള ചാപ്റ്റർ തീർന്നിരിക്കുകയാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ക്ലാസ് ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, റിപ്ലൈ തരാം. കൂടാതെ ഈ ടെലഗ്രാം ചാനലിൽ ഇതിൻ്റെ PDF നോട്ട്സ് ഉണ്ടായിരിക്കുന്നതാണ്.